നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷ മരവിപ്പിച്ച് പുറത്തിറങ്ങാനുള്ള പൾസർ സുനിയുടെ നീക്കത്തിന് തിരിച്ചടി. അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ ജാമ്യം നൽകണമെന്ന ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സുനിയെ പുറത്തുവിട്ടാൽ കേസിലെ ദൃശ്യങ്ങളടക്കം പുറത്തുവരാൻ സാധ്യതയുണ്ടെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് കോടതിയുടെ നടപടി. നടിയെ ആക്രമിച്ച കേസിൽ 20 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്ന പൾസർ സുനി ജയിലിന് പുറത്തു കടക്കാനുള്ള നീക്കത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരാകരിച്ചിരിക്കുകയാണ്. ഇതിൽ നേരത്തെ വിചാരണ കോടതി 20 വർഷത്തെ കഠിന തടവ് വിധിച്ചത് കൃത്യമായി നിയമപരമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള പൾസർ സുനിയെ ജാമ്യത്തിൽ പുറത്തിറക്കാൻ അനുവദിച്ചാൽ അത് ഈ കേസിലെ നിർണായകമായ ദൃശ്യങ്ങളടക്കം പുറത്തുവരാൻ കാരണമാകുമെന്നും ഇയാൾ കൊടും ക്രിമിനലാണെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ആ വാദങ്ങളെയൊക്കെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പൾസർ സുനി ഇന്ന് കഴിഞ്ഞ ദിവസം കോടതിയിൽ വ്യക്തമാക്കിയത് താൻ 8.5 വർഷക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തനിക്ക് അപ്പീലിൽ വാദം കേൾക്കുന്നത് നീണ്ടുപോകുന്നത് കൊണ്ട് തനിക്ക് ശിക്ഷ മരവിപ്പിച്ച് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ അനുവദിക്കണം. താൻ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത് കൊണ്ട് ഈ അപ്പീലിൽ തീരുമാനമെടുക്കുന്നതിന് മറ്റ് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല. താൻ ഈ കേസിൽ ഏറെക്കാലം ശിക്ഷ അനുഭവിച്ചയാളാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നോടൊരു കരുണ കാണിച്ച് തനിക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ അനുവദിക്കണം. ഈ ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതെല്ലാം നിരാകരിച്ചിരിക്കുന്നു. ഈ കേസിന്റെ പ്രാധാന്യവും ഈ കുറ്റകൃത്യത്തിന്റെ ആഴവും പരപ്പും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൾസർ സുനിയുടെ ആവശ്യം നിരാകരിച്ചിരിക്കുന്നത്. പൾസർ സുനി ജയിലിന് പുറത്തു കടക്കാനുള്ള തന്ത്രം എന്തായാലും ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. നേരത്തെ സുപ്രീം കോടതിയിലടക്കം പോയാണ് പൾസർ സുനി ഈ കേസിന്റെ വിചാരണ പൂർത്തിയാകുന്നതിന് മുൻപ് ജാമ്യം നേടി പുറത്തു വന്നത്. എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഹൈക്കോടതിയിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പൾസർ സുനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.